അപ്പോഴേ ഇന്ന് രാവിലത്തെ പരിപാടി എന്താന്ന് നോക്കാം. പിന്നെ ഇത് കണ്ടല്ലോ. പിന്നെ ഇന്ന് നമ്മൾ ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഇന്നലെ. അത് പറഞ്ഞാൽ ഇതിൽ 7 മിനിറ്റ് ഇതിലൊന്നിച്ചെടുക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ അത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോഴേ ഇന്ന് അതിൻ്റെ ബാക്കി അതുകൊണ്ട് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു വലിയ പരിപാടി ഉണ്ടായി. ഇപ്പോൾ ഇത് കണ്ടല്ലോ ഈ ചക്കക്കുരു. ഇത് എത്ര മാസമായിരുന്നു, ഏതായാലും ജൂണിൽ ഞാൻ ചക്കയുടെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ചക്കയുടെ. അപ്പോൾ ആ ചക്കക്കുരുവാണ് ഇത്. ഇങ്ങനെ ഇരുന്നത് യാദൃശ്ചികമായിട്ടാണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതെ, ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു പരിപാടി നിങ്ങൾക്ക് കേൾക്കണം. ഈയിടയിൽ ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക്, ഇതെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഈ പഴം എന്തെങ്കിലും ആവശ്യമുള്ളത് തിന്നും. ഇതിനകത്ത് എന്താണെന്നറിയാം, മീൻപീര ഇട്ട് ഇത് പകുതി വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആ മീൻപീര ഇട്ട് അത് ഒരു വിധമായി അങ്ങ് എടുത്തതാണ് കേട്ടോ. അതിൽ എടുത്ത് നമുക്ക് പ്ലേറ്റിലോ ഇളകുന്നുണ്ട്, എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനിതിളക്കി പ്ലേറ്റിലോട്ട് എടുക്കും കേട്ടോ. ഈ പണ്ടത്തെ ഒരു ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഇത് പണ്ടത്തെ എത്രയോ വർഷമായതാണ്, ഒരു 50 വർഷം നിങ്ങൾ കൂട്ടിക്കും അന്നുള്ളൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ അതാണ് നല്ലത്. പിന്നെ നോൺ സ്റ്റിക്കിനേക്കാൾ ഇതാണ് നല്ലത്. ഇതിപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുക്കണം, താഴെ പോകും. എന്തോ എടുത്ത് കുഴപ്പമില്ല കേട്ടോ. അത് പ്ലേറ്റിലോട്ട് വെച്ചു. ഇത് ഇച്ചിരി അടുക്കി പിടിച്ചിട്ടുണ്ട്, അത് എണ്ണ പറഞ്ഞിട്ടായിരിക്കാം. എനിവേ എന്തായാലും അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. സമയം കണ്ടല്ലോ, ഞാൻ സമയം കാണിക്കുന്നത് ക്ഷമിക്കണം, ഇത്രയും സമയമായുള്ളൂ. പിന്നെ കാരണം ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്സാഹിച്ചാൽ ഇത് നടക്കും. ഞാൻ 5 മണിക്ക് എണീറ്റാണ് പതിവ് പോലെ 4:30 ഞാൻ അലാറം വെക്കും കേട്ടോ. എനിക്ക് വേറെ ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോഴേ ഞാനിത് പൊളിച്ച് നോക്കിയപ്പോഴേ ഇതെങ്ങനെയാണ് ഇതിപ്പം കണ്ടുപിടിച്ചതെന്നുള്ളതൊന്ന് കാണിക്കണ്ടേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചേക്കാം. പിന്നെ അല്ല, ചക്കക്കുരു കാണിക്കാനല്ല കേട്ടോ. രാവിലെ എണീറ്റ് വന്നപ്പോഴുണ്ടല്ലോ ഈ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഒരു 3000 രൂപ കൊടുത്തല്ലേ ശരിയാക്കി. ഇന്ന് വന്നപ്പോഴുണ്ടല്ലോ ഡൈനിങ് റൂമിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഭാഗം നിറച്ച് വെള്ളം. ഫ്രിഡ്ജിലായിരിക്കും. എൻ്റെ കർത്താവേ, ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ പണി മുടക്കിയാൽ, അല്ല ഇങ്ങനെ ജോലി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വന്നപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവിടം വരെയുണ്ട്, എന്നിട്ടും തീരുന്നില്ല. തുടച്ചെല്ലാം വന്നപ്പോൾ മാർക്കേറിയായതിലുമുണ്ട് വെള്ളം. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ഈ ഭാഗത്തുനിന്ന് വന്ന വാഷിംഗ് മെഷീൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പ് വെള്ളം വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കുവായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് സാധനമുണ്ട്, ഇതുണ്ട് ഇവിടെ ഇരിക്കുന്ന സാധനം. ഇതെല്ലാം അവിടെ ഇരിക്കുകയായിരുന്നു, ആ കോർണറിൽ അവിടെ ഒതുങ്ങി ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ച് കേട്ടോ. ആവശ്യം വന്നാൽ ഈ ബേസിനൊക്കെ എടുക്കാവില്ല. അതിൻ്റെ അടിയിൽ കുറച്ച് ചക്കക്കുരു വെച്ചിരുന്നതാണ് കേട്ടോ. അവിടെ മറന്നുപോയി, ശരിക്കും മൂടിയിട്ടുമില്ലായിരുന്നു. ഈ മൂടി കൊണ്ടൊന്ന് ചെറുതായിട്ട് മൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അതിനകത്ത് എയർ ടൈറ്റായിട്ടൊരു കവറിനകത്ത് മൂടി വെച്ചിരുന്ന ചക്കക്കുരു നല്ല ഫ്രഷായിട്ടിരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാനത് കളയുകയല്ല കേട്ടോ. അപ്പം രാവിലെ ഇന്ന് ഈ പരിപാടിയായിരുന്നു കേട്ടോ. ഇതെല്ലാം നീണ്ട തുണി കൊണ്ട് കുറേ ഒപ്പി, അത് കഴിഞ്ഞ് വെച്ച് പിന്നെ മോപ്പ് കൊണ്ട് ചെയ്തു. എന്തായാലും ഒരാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്ത് പണി ഞാൻ തന്നെ ചെയ്യും, എന്നാലാവത് ഞാൻ ചെയ്യും. അതുകൊണ്ട് എന്നെപ്പോലെ കുറച്ച് ആരോഗ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മൾ ഈ പണിയൊക്കെ വേറൊരാൾ വന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഏത് ജോലിയും പ്രയാസമുള്ളതാണ്. ഡോക്ടർമാരുടെ ജോലിക്ക് പ്രയാസമില്ലേ, നേഴ്സുമാരുടെ ജോലിക്ക് പ്രയാസമില്ല, അതിനൊക്കെ സ്റ്റാറ്റസ് ഉണ്ട്. നമ്മുടെ അടുക്കളയിലെ പണിക്ക് സ്റ്റാറ്റസ് ഇല്ല. നമ്മൾ പണിക്കാർ വരാൻ 8-8:30 പണിക്കാർ വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാനിരുന്ന ഇവിടെ തിന്നി അടിച്ച് വീണ് നടുവ് പോകും കേട്ടോ. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത്. ഞാൻ 50 വർഷം മുമ്പുള്ളൊരു മീൽസേപ്പ്. അതിപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം എൻ്റെ വീട്ടിലെ ഡ്രസ്സൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിന് നെറ്റ് വെച്ചിട്ടുണ്ട്. അന്നൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലേ, അപ്പം പിന്നെ ഇതിന് നെറ്റ് അടിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പച്ചക്കറിയും കറികളും ഒക്കെ വെക്കാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു പഴയ കാലത്ത്. ഇപ്പോൾ മീൽ സേഫ് ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇല്ല. മീൽ സേഫായിട്ട് വെക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ അടിയിൽ കാണാത്ത സാധനങ്ങളൊക്കെ വെക്കാം. ഇതൊന്നും ഞാനൊന്ന് തുടച്ചില്ല കേട്ടോ, കാരണം വർക്കേറിയലാണ്. പിന്നെ എല്ലാം കൂടെ എന്നെ കൊണ്ട് നടക്കുകയില്ല, അതുകൊണ്ട് നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കാം. ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അപ്പം ഇത് വർക്കേറിയ വെച്ചേക്കുവാണ്. പിന്നെ അപ്പോൾ ഇവിടെ എല്ലാം തുടച്ചു കേട്ടോ. കുറേ പരിപാടിയായിരുന്നു. ആദ്യം തുണി കൊണ്ട് തുടച്ചു, പിന്നെ ഇത് കൊണ്ട് തുടച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് ഇപ്പം മിനിറ്റ് 5 മിനിറ്റ് ആയി കേട്ടോ, ഇനി സമയമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ദോശ ഉണ്ടാക്കി, പിന്നെ
ഞാനിനി കഴിക്കാൻ പോവുക, അതുകൊണ്ടാണ് സമയം കാണിച്ചത്. ഞാനൊരു 8:30 മുമ്പ് കഴിച്ചിരിക്കുക, എന്തെല്ലാം പണിയുണ്ടെങ്കിലും. അപ്പോൾ ഇന്ന് ഒരു ക്ലബ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ജോയിൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ തൽക്കാലം അതേതൊന്ന് പിന്നെ വിട്ടിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് ഈ സമയത്ത് എടുത്തെങ്കിലും എനിക്ക് സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഉടനെ ഞാൻ അത് ഇടാൻ പോവാണ് കേട്ടോ. ഞാനത് ഒരു ബൈബിൾ സ്റ്റഡിയാണ്, അപ്പോൾ അതിന് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ. അപ്പം നമ്മൾ നനച്ചാലെല്ലാം നടക്കും, അണ്ണാറക്കണ്ണരും തന്നാലായത് കേട്ടോ. അതുകൊണ്ട് നമ്മളാ കഴിയുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. ആദ്യം കുറേ തുണി കൊണ്ടൊക്കെ തുടച്ച് നോക്കി, അങ്ങനെയല്ല, അതെല്ലാം ആണ് ഈ കിടക്കുന്ന. ഇതൊക്കെ ഇനി കളയല്ല, ഈ തുണി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ വാഷിംഗ് മെഷീൻ്റെ ഇടയിലും ഒക്കെ ആയതുകൊണ്ട് അതെല്ലാം ഇനി ഇതൊക്കെ ഒന്ന് ഒളിച്ച് പിഴിഞ്ഞ് എടുക്കും കേട്ടോ, കളയല്ല. പഴയ തുണിയൊക്കെ നമുക്ക് ഒത്തിരി അത്യാവശ്യമാണ്, കോട്ടൺ തുണികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പഴയ തുണിയൊക്കെ കുറച്ച് അഴുക്കായെന്ന് പറഞ്ഞ് കളയരുത് കേട്ടോ. കുറച്ച് നന്നായിട്ട് ഒളിച്ചിട്ട് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടാൽ മതി, അത് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചില അമ്മച്ചിയുടെ ചില എന്താ പറയുന്നത് ടിപ്സാണ് കേട്ടോ. അല്ലാതെ ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല. ഇത് നമ്മളാലാവോളം നമ്മൾ ചെയ്യുക. നോക്ക്, വല്ല പാത്രം ഇവിടെ കഴുകാനുണ്ടോ? ഉള്ളതൊക്കെ കഴുകി വെച്ചേക്കുക കേട്ടോ. ഇവിടെ സിങ്കിലൊന്നും കിടപ്പില്ലല്ലോ. ഇതെല്ലാം വൈകിട്ട് തന്നെ കഴുകി വെക്കുക. അധികം സ്ത്രീകളും എനിക്കറിയാം കേട്ടോ, പണി കൂടുതലാണെന്നും പറഞ്ഞ് അവിടെ ഇട്ടേക്കും. രാവിലെ എണീറ്റ് കഴിയും, രാവിലെ നമുക്ക് തന്നെ മടുപ്പ്. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അപ്പോൾ ഈ ചക്കക്കുരുവേ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനി 1 മിനിറ്റ് തികച്ചില്ല, അപ്പോൾ അതൊന്ന് കാണിക്കാനുള്ള സമയമുള്ളൂ. അത് ഞാനിത് എന്താ ചെയ്യുന്നത്, ഞാനിത് രണ്ടായിട്ട് പകുതി ഭാഗം വറുത്ത് നോക്കും പോട്ടിൽ, പകുതി ഞാൻ പൊളിച്ച് വെള്ളത്തിലിടും. പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, സമയമില്ലല്ലോ. അപ്പോഴേ നമ്മുടെ ചക്കക്കുരു എന്ത് ചെയ്തെന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ചക്കക്കുരുവല്ലേ. ഇത് ഞാനത് വെള്ളത്തിലിട്ടേക്കുമായിരുന്നു, ചിരണ്ടി കേട്ടോ, ചിലപ്പോൾ കീറി. അപ്പം മോശമുള്ളത് നമുക്ക് കീറുമ്പോൾ അറിയാം, അതെല്ലാം കളഞ്ഞ് കേട്ടോ. ഇതെല്ലാം നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ സാധാരണ പോലെ ഇച്ചിരി മെഴുക്കുവരട്ടി, കുറച്ച് തേങ്ങാക്കൊത്തിടും, ചെറിയ ഉള്ളി ഇടും, ചുവന്ന മുളകിൻ്റെ പൊടിയാണ് എനിക്കിഷ്ടം കേട്ടോ. മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, എനിക്കത്ര താല്പര്യമല്ല. വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം. എനിക്ക് ഗരം മസാല ചേർക്കുന്ന ടേസ്റ്റിനേക്കാൾ ചക്കക്കുരുവിൻ്റെ ശരിക്കുള്ള ഫ്ലേവറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുകയില്ല. അത് ഈ ചട്ടിയിലോട്ടിട്ട് വെള്ളം ഒഴിച്ചു, 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ ഇതില്ല കേട്ടോ, ലൈറ്റില്ല, അതുകൊണ്ടാണ് ഫെയ്ഡായിട്ട് കാണുന്നത്. അപ്പോൾ അത് പിന്നെ അപ്പോൾ ഇത് ഞാൻ വറുത്ത് കേട്ടോ. ഇത് നല്ലതാണ്, ഞാൻ തിന്ന് നോക്കി കേട്ടോ. എനിക്ക് എൻ്റെ ബാല്യകാലം ഓർമ്മ വന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് കൊള്ളാത്തതാകുമ്പോൾ നമുക്ക് ഒരു കയ്പ്പ് വരും കേട്ടോ, കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഇത് ഓട്ടിലിട്ട് വറുത്ത് തൊലി കളഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ 2 തിന്ന് നോക്കി, നല്ലതാണ്. ഒരു ചെറു മധുരമുണ്ട്. വെഴുക്കോട്ട് വെച്ചാലും ഒരു ചെറു മധുരം ഉണ്ടാകും, നല്ലതാണ് കേട്ടോ. ഇച്ചിരി നന്നായിട്ട് ഇച്ചിരി മുളകും ഒക്കെ ചേർത്ത് ആകെ ചെയ്തേച്ചാൽ മതി. പറ്റി ചൊലത്തിയാൽ ഒരു 2 തരം കഴിക്കാനുള്ളതില്ലേ. അപ്പോൾ ഇത് രണ്ടും. പിന്നെ എനിക്കന്നേരം എൻ്റെ ബാല്യകാലം ഓർമ്മ വന്നു കേട്ടോ. അതായത് എൻ്റെ ഒരു 65 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ഏകദേശം ഞാനൊരു 9th പഠിക്കുമ്പോഴാണ്, അത് 65 ആയില്ല, അത്രയായില്ല കേട്ടോ. 9th പഠിക്കുമ്പോൾ ഒരു വലിയ ക്ഷാമം ഉണ്ടായി നമ്മുടെ കാലത്ത്. അരി കിട്ടാനില്ലായിരുന്നു കേട്ടോ. അന്ന് അതിന് മുമ്പോ അതിന് പിമ്പോ ഇല്ലാത്തതുപോലെ എൻ്റെ വീട്ടിലെ ഫോറസ്റ്റിനടുത്താണ് കേട്ടോ. ഫോറസ്റ്റ് ഒരു 2 ഏക്കർ നെല്ലുണ്ടായിരുന്നു, നന്നായിട്ട് നെല്ലുണ്ടായി കേട്ടോ. പലർക്കും കൊടുത്തു. പിന്നെ അന്ന് കൃഷിയുള്ളവർക്കെല്ലാം കരഭൂമി വേറെ കണ്ടത്തെ കൃഷിയുള്ളവരുടെ എല്ലാം കൃഷി നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ചാക്ക് നെല്ല് കൊടുത്തു, പകരം പിന്നെ അവരുടേതായപ്പോൾ ഞങ്ങൾക്ക് തന്നു. അങ്ങനെയൊക്കെ ചെയ്ത കാലമുണ്ട്. അന്നൊക്കെ നല്ല ക്ഷാമമുള്ള കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല, ചോറിന് കഞ്ഞി കുടിക്കാൻ കേട്ടോ. എന്നാലും ഞങ്ങൾ കുറേ അംഗങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ. ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ ഏട്ടനനിയന്മാർ, പെങ്ങന്മാർ, മക്കളൊക്കെ വരുവേ. അവരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഉണ്ടാവുമല്ലോ. ഞങ്ങളെല്ലാം ഇങ്ങനെ അപ്പോൾ നല്ലൊരു ജോലിയായിരുന്നു. ആ സമയം നമുക്ക് ഇനിയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക്, ഇന്നത്തെ കുഞ്ഞു തലമുറകൾക്ക്, കുഞ്ഞു കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള കാര്യമല്ല, അനന്യമാണ്. അവർക്കതൊന്നും കിട്ടിയല്ല. ഞങ്ങൾക്ക് നല്ല ജോലിയായിരുന്നു കേട്ടോ. അത് ചെറുപ്പകാലത്തൊന്നും വീട്ടിലെ യാതൊന്നും അറിയണ്ട. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പറങ്ങാപ്പഴം പറിച്ചും മാങ്ങ പറിച്ചും ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. കറണ്ട് വന്നു, പിന്നെയും പോയി. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ. അന്ന് ഈ നല്ല ഡിസംബർ മാസത്തിലൊക്കെ നല്ല തണുപ്പുള്ളപ്പോൾ മരം കോച്ചും തണുപ്പെന്ന് പറയും, ഒരു മകരമാസമൊക്കെ ആകുമ്പം കേട്ടോ. ഈ കരിയിലെല്ലാം അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഞങ്ങൾ ചുറ്റിനും പോയിരുന്നു. വെച്ചൊക്കെ തീ കായുമായിരുന്നു കേട്ടോ. തീ കായുമ്പം നല്ല സുഖമാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ കാച്ചിലൊക്കെ പറിക്കുന്ന സമയമാണ്. കാച്ചിൽ, ചീമച്ചേമ്പ്, കപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്
ഈ ചൂട് ചാരത്തിലിട്ടേക്കുവേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുമെന്നറിയാം, അത് നല്ല ചൂടൊക്കെ പോയി നല്ല വെന്ത് പൊടിഞ്ഞിരിക്കും കേട്ടോ. ചെറുകിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് ചുട്ട് തിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. ചക്കക്കുരു അടുപ്പിക്കൊണ്ടിട്ട് ചുടുമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഏത്തയ്ക്ക പിന്നെ തൊലി പൊളിച്ചിട്ട് പച്ച ഏത്തയ്ക്ക അങ്ങനെ ആ ചാരത്തിൽ ചൂടി ചാരത്തിൽ കൊണ്ടിടും. അങ്ങനെ പിന്നെ പറങ്ങാണ്ടി പുറത്ത് കൊണ്ടുപോയി കശുവണ്ടി കൊണ്ടുപോയി ചുട്ട് തിന്നുന്ന കാലം. എന്നിട്ട് കുറച്ച് തെറിക്കും, അന്നേരം മുഖത്തെ പിന്നെ സ്കിന്നൊക്കെ പൊള്ളിപ്പോകും. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊന്നും അന്ന് ഇങ്ങനെയുള്ള പഠനവും ഇങ്ങനെയുള്ള ഭാരവും ഒന്നും ഇല്ലെന്ന് കണ്ടു. സ്കൂൾ ടൈം വിട്ടാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും ചെറിയ ഹോംവർക്ക് കാണും, പഠിക്കാൻ കാണും. അത് രാത്രിയിലോ എപ്പോഴെങ്കിലും പഠിക്കും കേട്ടോ. പകൽക്കാലം ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു 10-50 പ്ലാവ് ഞങ്ങളുടെ പറമ്പിലുണ്ട്. കാരണം ഒരു 10-20 ഏക്കറുണ്ട്. അതിൻ്റെ നടുക്കാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ പ്ലാവിലെ ചക്കയില്ല എല്ലാം കൂടെ ആർക്ക് വേണം? നല്ല ചക്ക മാത്രമേ, നല്ല പ്ലാവിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ള പ്ലാവിൽ മാത്രമേ പറിക്കുള്ളൂ. ബാക്കിയൊക്കെ പഴുത്തൊക്കെ ഇങ്ങനെ വീഴും. അപ്പോൾ അയൽവക്കത്തൊക്കെ ഉള്ളവരൊക്കെ വന്ന് ഈ ചക്കക്കുരു പറിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ ആഞ്ഞിലി ഉണ്ടായിരുന്നു, ആഞ്ഞിലിയുടെ ചക്കക്കുരു അത് വറക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇവർ പറിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ ഞങ്ങളും പോയി 2 പെറക്കിക്കൊണ്ട് വന്ന് കൊടുത്താൽ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ദേഷ്യമായിട്ടോ. ഇത് ആഞ്ഞിലിക്കുരു വറക്കാൻ പോകുന്നെന്നും പറഞ്ഞ് വഴക്ക് പറയുക. എന്നാലും അതുമൊക്കെ ഞങ്ങൾ പുറത്തെന്ത് ചെയ്യും, അടുപ്പൊക്കെ കൂട്ടി ഞങ്ങൾ വേറെ ഏതെങ്കിലും പഴയ പാത്രം കൊണ്ടുവച്ച് അതിലൊക്കെ വറുത്തൊക്കെ ഞങ്ങളൊക്കെ തിന്നുമായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ വേറെ അടുക്കളയിൽ പണിയുള്ളപ്പോൾ ചക്കക്കുരുവും കൊണ്ട് എന്നാലൊക്കെ അടുപ്പിലിടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു കേട്ടോ. അതത് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് കാണുന്ന ഒരു ചെറുപ്പക്കാരായിരിക്കും, നിങ്ങൾക്ക് ഇതൊന്നും വലിയ താല്പര്യം കാണിയല്ല. എന്നെപ്പോലെ പ്രായമുള്ളവരെയൊക്കെ ഇതൊന്ന് കേൾപ്പിക്കണം. അവർക്ക് ഇത് എടുക്കാനൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ മൊബൈൽ കാണിയല്ല. അപ്പം നിങ്ങളതൊന്ന് കേൾപ്പിക്കണം. ഇതേ ഒരമ്മച്ചി പറയുന്നതെന്ന് പറഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പം അവരുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോകാൻ അവർക്ക് കഴിയും. അതൊക്കെ അവർക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് പിന്നെ ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ തറയെല്ലാം ഉണങ്ങി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒരാളെ വിളിക്കാമെന്ന് വിചാരിച്ചാലും സാധിക്കില്ല. എനിക്ക് സഹായിക്കാൻ വരുന്ന സഹോദരിക്ക് ഭർത്താവിന് സുഖമില്ലാതെ ഓപ്പറേഷനൊക്കെ ആയിട്ട് വീട്ടിലാണ്. അപ്പോൾ അവർക്ക് വരാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്തതല്ലേ നന്നായി. ഇന്ന് നല്ല മഴയാണ്. പണ്ടത്തെ കർക്കിടക മാസത്തിൻ്റെ ഓർമ്മ എടുത്തു. കർക്കിടക മാസത്തിലാണ് ചക്കക്കുരു ഇട്ട് തിന്നുന്നത് കേട്ടോ. ഇന്ന് ഇടവിടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ മഴയല്ല, എന്നാലും കർക്കിടക മാസത്തിലെ മഴ പൊഴിയുണ്ട്. മൂടി നിൽക്കുകയാണ്, കാണുന്നുണ്ടല്ലോ. പുറത്തിങ്ങനെ മൂടലാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ ആണ്. അപ്പം ശരി, ഗുഡ് ബൈ.